നമുക്കെല്ലാം കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. തിയേറ്ററിൽ പോകാറുണ്ട്. നമ്മളങ്ങനെ ഒരുപാടടുത്ത് നമുക്ക് ഒരുപാട് പേരെ സഹായം കിട്ടാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ പമ്പിൽ പോകുമ്പോൾ, പെട്രോൾ പമ്പിൽ പോകുന്ന സമയത്ത് പെട്രോൾ അടിച്ചിരുന്ന മുതലാളിമാരല്ലല്ലോ, അവിടെ ജോലിക്കാരല്ലേ. ആ ജോലിക്കാർ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ജോലിക്കാരെ നമ്മൾ ഇപ്പം എൻ്റെ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ സ്വിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡീസലിൻ്റെ ടാങ്ക് തുറക്കുക. അപ്പം ആ സെറ്റപ്പിൽ പോലും നമ്മൾ അവരെ ഒന്നും കാണുന്നത് പോലും ഇല്ലെന്നുള്ള കാര്യം. പക്ഷേ ചീത്തവിളി ഒരുപാട് കേൾക്കാറുണ്ടോ? അറിയാമോ? അപ്പം നമ്മുടെ വണ്ടിയെ കെയർ ചെയ്യുന്ന അവർ നമുക്ക് പെട്രോൾ ഇല്ലാതെ അല്ലെങ്കിൽ ഡീസൽ ഇല്ലാതെ വണ്ടി ഓടത്തില്ല. അപ്പോൾ ഡീസൽ ടാങ്ക് തുറന്ന് അടിച്ചിട്ട് നമ്മളവർ തട്ടി വിടുമ്പോഴേ നമ്മൾ പോകും. പൈസ മാത്രമേ അവരെ എടുക്കാൻ വേണ്ടി ഗ്ലാസ് മാത്രമേ തകർക്കുള്ളൂ. അപ്പം നമ്മൾ ഇടയ്ക്ക് അവരെയൊക്കെ ഒന്ന് പരിഗണിക്കണം. കാരണം നമുക്ക് അടുത്തുള്ള പമ്പുകൾ, സ്ഥിരം പോകുന്ന പമ്പുകളിലൊക്കെ ഇടയ്ക്ക് നമ്മളൊക്കെ ഇറങ്ങി അവരുടെ അടുത്ത് നേരിട്ട് പൈസ കൈ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തിരികെ കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരുപാട് സ്ട്രെസ്സോടെ അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തിയേറ്ററിൽ പോകുന്ന സമയത്ത് തിയേറ്ററിലെ മാനേജറല്ല അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ അവരുമായിട്ട് നല്ല ഒരു രീതിയിലുള്ള ഒരു സൗഹൃദം നമുക്ക് സൃഷ്ടിക്കാം. അവരേത് രീതിയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ. പൈസ ഒരു രീതിയിൽ മേടിക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യം. പക്ഷേ എന്താ ചോദിക്കും, പൈസയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്. അങ്ങനെയല്ല, ഇവരൊക്കെല്ലാം ഇവരെല്ലാം പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കുള്ള സന്തോഷം നിങ്ങൾക്കറിയാമോ? അങ്ങനെയൊക്കെ ഇനി ചെയ്ത് നോക്കും. നല്ല രസമായിരിക്കും അതൊക്കെ.